മഹാഗുരുശരണം. ഇന്ന് മാർച്ച് 22 ശനിയാഴ്ച, ശനീശ്വരൻ്റെ ദിവസം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വരാംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ശനീശ്വര ദിവസം ആ ഉപ്പില്ലാണ്ട് ആഹാരം കഴിച്ച് ശനീശ്വരനെ അനുകൂലമാക്കുന്ന രീതിയിൽ കുറേയധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നതായിട്ട് മനസ്സിലായി, കുറേയധികം ആൾക്കാർ പ്രവർത്തിക്കുന്നതിന് മനസ്സിലായി. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ രാഹു, കേതു ഈ ഗ്രഹങ്ങളെ അനുകൂലമാക്കാനും ഇത് സാധിക്കും. അപ്പോൾ അതും ചിലർ പേഴ്സണൽ ഗൈഡൻസ് വാങ്ങിച്ചിട്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശനിയാഴ്ച ദിവസം നമ്മുടെ ഒരു കാരണവശാലും എണ്ണം നോക്കാണ്ടിരിക്കുക. കാര്യം എണ്ണം നോക്കുമ്പോൾ എണ്ണം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. കാര്യം ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് എണ്ണം. 1, 2, 3 എന്ന് തുടങ്ങിയാൽ അതിൻ്റെ അവസാനം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ആദി അന്തി അറിയില്ല എന്ന് പറഞ്ഞ പോലെ എണ്ണി തുടങ്ങണത് ഒന്നിൽ നിന്നാണെന്ന് പറയാം, പക്ഷേ അവസാനിക്കണം എത്രയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സീരിയസ് ആയിട്ട് ചെയ്യുന്നവർ നിങ്ങൾ എണ്ണം നോക്കാണ്ടിരിക്കുക, എനിക്ക് എണ്ണം പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക പ്ലീസ്. അത് ചെയ്യുന്നത് കുറേയധികം കാർമ്മികമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ പലരും പല ആൾക്കാരുടെ കാര്യത്തിന് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക്, ആരുടെയെങ്കിലും ആകട്ടെ, സ്വന്തക്കാരുടെ ആകട്ടെ, അയൽവക്കക്കാരുടെ ആകട്ടെ, സുഹൃത്തുക്കളുടെ പ്രശ്നം ഒരു പ്രശ്നമാണെന്ന് തോന്നിയാൽ അത് എൻ്റെയും കൂടി കാർമിക് എഫക്റ്റ് ലോ ആകുന്നതിൻ്റെ ഒരു റീസൺ ആണത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യുന്ന ആൾ ദയവ് ചെയ്ത് ആദ്യം ടെസ്റ്റായിട്ട് തന്നെ അവരുടെ പേര്, വയസ്സ്, നക്ഷത്രം, സ്ഥലം. ഇനി ഒരു സ്ഥിരതാമസം ഒരു സ്ഥലമാണ്, ജോലി സംബന്ധമായിട്ട് വേറെ സ്ഥലത്താണ്, ദയവ് ചെയ്ത് അറിയിക്കുക. അതുപോലെ പൂപ്പാറ എന്നൊക്കെ പറഞ്ഞ് അറിയിക്കാണ്ട്, ഈ പൂപ്പാറ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം അറിയുന്ന ഒരു സിറ്റി ഏതാണെന്ന് അറിയിച്ചാലും നന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഏത് ജില്ലയെന്നെങ്കിലും അറിയിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ജില്ലയിൽ നിന്ന് ദൂരമാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നുന്നു തെന്മല, ആ ഭാഗമൊക്കെ. അപ്പോൾ തെന്മല എന്ന് എഴുതിയാൽ ഓക്കെ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അറിയാം. ഈ പൂപ്പാറ എന്ന് പറയണത് ഇന്ന് വന്ന് എനിക്കൊരു മെസ്സേജായി, എവിടെയാണ് ഈ പൂപ്പാറ എന്നറിയില്ല. ഞാൻ പൂപ്പാറ സേവ് ചെയ്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ രീതി പറയുകയാണ് കേട്ടോ. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. എൻ്റെ ഗുരു പറഞ്ഞു തന്ന രീതി പിന്തുടരുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് പറയുന്നത്. അപ്പോൾ അത് കോണ്ടാക്ട് ചെയ്യുന്ന ആൾ, ആ ആളുടെ കാര്യമായിരിക്കില്ല, വേറെ ആരുടെയെങ്കിലും ആയിരിക്കും ആകട്ടെ. എങ്കിലും അത് ഒരു കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങി ആ ആൾക്ക് ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു പുണ്യം കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കാർമ്മികത്തിലൊക്കെ കുറവ് വരികയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആ ആളുടെ പേര്, വയസ്സ് പറ്റിയെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ നക്ഷത്രം, സ്ഥലം പറയുക. വയസ്സ് ഉദ്ദേശം ചോദിക്കണം എന്താണെന്ന് വെച്ചാൽ ദശാകാലം ഏതാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ പേരുകളൊക്കെ തരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓമന പേരായിരിക്കും, കുഞ്ഞൻ, മിട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ ഓമന പേരുകളുണ്ട് കുട്ടികളെ വിളിക്കണം. അതിലായിരിക്കും സേവ് ചെയ്തിരിക്കണം. പക്ഷേ എനിക്കതറിയില്ലല്ലോ. എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ, ഇത് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സേവ് ചെയ്യണമെങ്കിൽ അവരുടെ പേര്, നക്ഷത്രം, സ്ഥലം അറിയാൻ പറ്റും രക്ഷകർത്താവ് അയക്കുമ്പോൾ. അത് ദയവ് ചെയ്ത് അയക്കുക കേട്ടോ. അത് അങ്ങനെ ഒന്ന് സഹായിക്കുക. കാര്യം അങ്ങനെ കിട്ടുന്നത് എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും കോണ്ടാക്ട് ചെയ്ത ഒരുമാതിരി എല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ യൂട്യൂബ് കണ്ടിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ച ആൾക്കാരെ, കുറേ എനർജി കണക്ഷൻ വരാത്ത ആൾക്കാരുടെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. സത്യം പറയാം, ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഒന്നിലധികം തവണ മെസ്സേജ് അയക്കുകയും, പ്രത്യേകിച്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമാണ് കുറേ എനർജി കണക്ഷൻ വന്നിരിക്കുന്നത്. അതുവരെയുള്ള എല്ലാവർക്കും ഞാൻ മെസ്സേജോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഒന്നും ഞാൻ വിളിച്ചാൽ കണക്ഷൻ കിട്ടുകയില്ല, മനസ്സിലായോ? ചിലർ വിദേശത്തായിരിക്കും, അവരെ ഗൂഗിൾ മീറ്റിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. 1 മാസമായിട്ട് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കുറ്റപ്പെടുത്തണ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിതൊരു എൻ്റെ ഉത്തരവാദിത്ത ബോധമാണെന്ന് കണ്ടിട്ട് ഇത്രയും ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതി ടെക്സ്റ്റ് മെസ്സേജ് ഇടുമ്പോൾ കാർമ്മികം ആര് വാങ്ങിക്കും എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇനി ദക്ഷിണ തന്നിട്ടാണ് ഞാൻ വിളിക്കാണ്ടിരിക്കണമെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിൽ രസമുണ്ട്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾ തുടരുക. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയും കുറ്റപ്പെടുത്തുക കേട്ടോ. 1 മാസമായിട്ട് ഞങ്ങളെ വിളിച്ചില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, താൻ എന്താണോ ചെയ്യണം എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കാര്യം ആ പറഞ്ഞ ആളെ അപ്പം തന്നെ വിളിക്കുമ്പോഴത്തേക്കും കാള് കിട്ടുന്നില്ല. അപ്പോഴാ പറയണം ഇവിടെ വാട്സാപ്പ് യൂസ് ചെയ്യില്ല. അപ്പം നിങ്ങൾ പല പ്രാവശ്യം നിങ്ങളെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് കിട്ടാത്ത ഒരു കാര്യത്തിൽ എന്നെ കുറ്റപ്പെടുത്തി എന്തിന് കാർമ്മികം വാങ്ങിച്ചു കൂട്ടുന്നു? സുഹൃത്തുക്കളെ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കാര്യം
എത്രയോ അധികം ആൾക്കാരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഇന്നലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ശ്രാദ്ധമാണെന്ന് ആ സമയത്തിന് കഴിഞ്ഞ് രാത്രി 10-10:30 വരെ ഞാൻ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും കോണ്ടാക്ട് ചെയ്യും. ഇന്നിപ്പോൾ എൻ്റെ സ്ഥിരമായിട്ടുള്ള ക്ഷേത്ര സന്ദർശനം പാവക്കുളത്ത് പോകാനുണ്ട്, അതിപ്പോൾ പോകും. അപ്പോൾ അല്ലാണ്ട് കുത്താപ്പാടി ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് തമ്മനത്ത്, അവിടെയും പോകണം. അത് ഇന്നത്തെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ്, മനസ്സിലായോ? എത്രയോ പേരെ ഞാൻ വിളിക്കുന്നു, പക്ഷേ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ചിലർ ഞങ്ങൾക്ക് എന്താണ് കാശ് എന്ന് പറഞ്ഞാൽ കടം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾ അത് ഉപയോഗിച്ചാൽ അതിലേക്കാണ് ഊർജം പോണത്. സഹായം കിട്ടിയത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് വിചാരിക്കുക. അതുപോലെ ചിലർ എനിക്ക് ഒരു മെസ്സേജ് അയച്ചത് മാർച്ചിൽ ബാങ്ക് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും സഹായിക്കണമെന്ന്. എന്ത് സഹായിക്കാൻ പറ്റും? വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അത് കഴിയുമ്പോൾ വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഫോൺ കോൾ വരും, എനർജി കണക്ഷൻ ആകുന്നില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കൂ. ഞാൻ ഒരാളെ വിളിച്ചിട്ട് കിട്ടിയില്ലേ ഉടനെ അടുത്ത ആളെ വിളിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരാൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായിട്ട് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരുടെ കാർമികം വാങ്ങിച്ച് കൂട്ടട്ടെ എന്ന് വിചാരിച്ചു. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? ഞാൻ കട്ട് ചെയ്യാറില്ല. അത്ര ഇതായിട്ട് ആരുടെ ഇപ്പോൾ ഫോൺ വന്നാൽ ഞാൻ കട്ട് ചെയ്യാറില്ല. ആ വീഡിയോ കോളിലാണെങ്കിൽ അതിൽ തന്നെ ഞാൻ ഇരിക്കുക. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലർ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ ഫോൺ നമ്പർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നമ്പർ ഒരു പ്രാവശ്യം ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോൾ പല വീഡിയോസും പല അറിവ്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കാണ്ട് പെട്ടെന്നൊരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഫോൺ നമ്പർ ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ ഞാനത്ര എന്താണ് സ്പിരിച്വലി ഉയർന്ന ആളൊന്നുമല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത്രയും ജ്ഞാനമുള്ള വ്യക്തിയല്ല ഞാൻ. അതിന് പ്രൊഫഷണലി ആരെങ്കിലും സന്ദർശിക്കുക പ്ലീസ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയും. അത് നിങ്ങൾ പിന്തുടർന്നാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടേക്കും. അത് എത്രമാത്രം വിശ്വാസത്തോടെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അത്, കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു വീഡിയോ ചോദിച്ചിട്ട് അതിൻ്റെ താഴെ നമ്പർ ചോദിക്കാണ്ടിരിക്കുക. ഇതിലേതായാലും ഞാൻ നമ്പർ പറയാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയില്ല. എൻ്റെ നമ്പർ 9446218801. ഇപ്പോൾ റേഞ്ചിനും പ്രശ്നമില്ല, ജിയോയിലേക്ക് പോർട്ട് ചെയ്തു. ഇന്നലെ തൊട്ട് നല്ല റേഞ്ചുണ്ട്, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. 9446218801. ബാക്കിയുള്ളവർ കിട്ടട്ടെ. ഇനി ആരെങ്കിലും നേരത്തെ മെസ്സേജുകൾ കുറേ അധികം വന്നായിരുന്നു, കുറേ എണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്തു. കാര്യം ഫോൺ ഹാങ് ആവുന്നതുകൊണ്ട്. ഒറ്റ മെസ്സേജ് മാത്രം, പിന്നെ അതിൽ ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പിന്നെ അതില്ലാത്തൊരു കണക്ഷൻ കിട്ടാത്ത ഞാൻ ഡിലീറ്റ് ചെയ്ത്. അത് തെറ്റെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ദയവ് ചെയ്ത് ഇനിയുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മെസ്സേജ് ഇന്നലെ വരെ വന്ന മെസ്സേജുകളെല്ലാം റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ രാത്രി 10-10:30 വരെ വന്ന് ഞാൻ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. ചിലത് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡീറ്റെയിൽസ് കാണുകയില്ല. അത് ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺറീഡ് മെസ്സേജ് നോക്കിയിട്ട് ഏറ്റവും താഴെ നിന്നുള്ളത് ഞാൻ നോക്കി വരികയാണ്. ആ ഒരു ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ മുകളിൽ വന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ ദയവ് ചെയ്ത് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ അതിലെ ലൈക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദയവ് ചെയ്ത് എനിക്ക് അതിൽ ഇത് വിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ വന്ന് കിടക്കും. ഒരു സ്റ്റാറ്റസിൽ ഒരു ഇമോജി ഇടുന്നതാണ്, അതിൽ തൊഴുന്ന ചിഹ്നമോ ലവ് ചിഹ്നമോ ഇടുന്നതാണെന്ന് വെച്ചോ, ആ സ്റ്റാറ്റസിന് റിപ്ലൈ ആയിട്ട് അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവർ അതിൽ ആ ലവ് ചിഹ്നം ഉണ്ടല്ലോ, അത് മാത്രമേ അതിലുള്ളൂ, അത് ഇടുക. കാര്യം അത്രയും എൻ്റെ ഫോണിന് ഒരു റെസ്റ്റ് കിട്ടും, കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ആൾക്കാരെ സീരിയസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ അടുത്ത് കാര്യങ്ങൾ നോക്കാൻ പറ്റും. അതുകൊണ്ടാണ്. കാര്യം ഓരോരുത്തരുടെ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ മെസ്സേജ് എന്ന് കാണുമ്പോൾ ഇതെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. എല്ലാവരും ഇത് ചെയ്യുക. തങ്ങളാലാകുന്ന രീതിയിൽ ശനീശ്വര സേവയെന്ന് പറഞ്ഞ് ചെയ്യേണ്ട. ഇത് വ്രതമൊന്നുമല്ല, ഇത് പീരീഡ്സ് ബാധകമല്ല, കൊല ബാധകമല്ല, വാലായ്മ ബാധകമല്ല, ഒന്നും ബാധകമല്ല, യാത്ര ബാധകമല്ല. എത്ര ഇതാണെങ്കിലും ചെയ്യുക. ഇപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ഇസ്ലാം സഹോദരന്മാരുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. ഞാൻ ലക്ഷദ്വീപിലൊക്കെ അറിയാം. അവർ കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നോമ്പ് തന്നെയായിരിക്കും. അവർ രാത്രിയിലെ അസ്തമയം കഴിഞ്ഞ് മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഏത് യാത്രയിലും എന്തുമാകട്ടെ, അതിനൊരു എക്സ്ക്യൂസ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ മാത്രമേ അവർ നോക്കാറുള്ളൂ. അതാണ് അവരെ ദൈവം ചേർത്ത് പിടിക്കണതിൻ്റെ കാര്യം. അതാണ് അവരെന്ത് കാര്യങ്ങളിലും നോമ്പെന്ന് പറയുന്നതും സക്കാത്തെന്ന് പറയുന്നതും. സക്കാത്തെന്ന് പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും അവർ വിടുന്നില്ല, മനസ്സിലായ? അതിലെ കുറച്ചാൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന കാര്യമല്ല. കൃത്യമായ നിഷ്ഠയോടുകൂടി ഈ പ്രപഞ്ചം കംപ്ലീറ്റ് ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. അതിനൊരു രൂപമില്ല,
ഈ ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ആ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളെല്ലാവരും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം സഹോദരന്മാർ. അവർ കൃത്യമായിട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, മനസ്സിലായേ? അപ്പോൾ അതുപോലെ നമ്മൾ ഇതിപ്പോൾ ഈ ശനിയാഴ്ച വ്രതം എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ജാതിമത ഭേദമന്യേ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. കാര്യം അതൊരു ആഹാര നിയന്ത്രണമാണ്, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അത് തുടരുക, തീർച്ചയായിട്ടും ഫലം കിട്ടും. ഒരു കാരണവശാലും 1 2 3 ഞാൻ ഒരാഴ്ചയായി, ഞാൻ 2ാമത്തെ ആഴ്ചയാണ്, ഞാൻ 3ാമത്തെ ആഴ്ചയാണ്, 21 ദിവസമാണ് എണ്ണാണ്ടിരിക്കുക, മനസ്സിലായേ? ദൈവം ഒന്നും നമ്മുടെ ഇതൊന്നും എണ്ണുന്നില്ല, നമ്മുടെ കാർമ്മിക ഒന്നും ദൈവം എണ്ണി വെക്കുന്നില്ല. അതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും റെക്കോർഡഡ് ആണ്, മനസ്സിലായത്? അതുപോലെ ഇന്നലെ എനിക്ക് അതിശയം തോന്നിയതെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് ഇന്നലെ ഞാൻ മെസ്സേജ് ഇട്ടു, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ മെസ്സേജ് ഇട്ടു. അപ്പോൾ ആ വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തന്നെ എന്തുകൊണ്ട് കുറേ നാൾ മുമ്പ് മെസ്സേജ് വന്നു, പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇട്ടത്, ഓർക്കുന്നില്ല. അപ്പോൾ ആ ദിവസം അവരുടെ പിതാവിൻ്റെ മരണം നടന്നിട്ട് സബിണ്ടി നടന്ന ദിവസമാണ് എൻ്റെ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഭയങ്കര ഇമോഷണലായി. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഞാൻ സത്യസന്ധമായിട്ട് പറയേണ്ടത്, എനിക്കൊരു എനർജി കണക്ഷൻ ഇടുമ്പോഴാണ് വരുന്നത് മിക്കതും. ചിലപ്പോൾ ഞാൻ ഇന്നൊരാൾ പൂപ്പാറയെന്ന് പറഞ്ഞില്ലേ, ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞ് എൻ്റെ സന്ധ്യാവന്തനമൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്തനത്തിൽ പൊട്ടു തൊടുന്നതാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഗോപിചന്ദ്രൻ വെച്ചാണ് ഞങ്ങൾ തൊടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ആദ്യം ഇവരുടെ വോയിസാണ്, ലാസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ നക്ഷത്രം ഇന്നതാണ്, പേര് ഇന്നതാണെന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ എന്താ? അപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞ് വന്നത് അവരുടെയാണ്, ആ വ്യക്തിയുടെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള എനർജി. അപ്പോൾ അവർ പറഞ്ഞ്, പിന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ച ആ വ്യക്തിയെ ഞാൻ വിളിച്ച് സംസാരിച്ചു, അച്ഛൻ്റെ ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, അച്ഛൻ്റെ സോൾ എനിക്ക് പ്രസൻസ് ആയില്ലെങ്കിലും എനർജി കണക്ഷൻ ആയത് തീർച്ചയായിട്ടും അച്ഛൻ മുഖാന്തരമാണെന്നുള്ള ഒരു ഇത് കിട്ടി. ഇപ്പോൾ പിതൃകർമ്മം എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം? ഈ പിതൃമണ്ഡലവും ദേവമണ്ഡലവും വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പിതൃമണ്ഡലത്തിൽ അപേക്ഷ കൊടുത്തിട്ട്, ഈ പിതൃമണ്ഡലത്തിന് ദേവമണ്ഡലത്തിലേക്ക് അപേക്ഷ കൊടുത്തിട്ട്, വിശ്വാസമുള്ളവർ കേട്ടോ, ആത്മാക്കളുണ്ടെന്നും ദൈവം ഉണ്ടെന്നും വിശ്വാസമുള്ളവർ മാത്രം ഇത് വിശ്വസിച്ചാൽ മതി, അല്ലാത്തവർ ഒരു കാരണവശാലും ഇത് വിശ്വസിക്കരുത് കേട്ടോ. അവർ ആ ദേവമണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തി, അത് വാഗൊണ്ട് പറയുമോ അപേക്ഷ കൊടുക്കുമോ അതൊന്നും ആലോചിക്കരുത് കേട്ടോ. അതൊക്കെ ഒരു എനർജിയാണ്, പറഞ്ഞ് നമ്മുടെ കുറേ കാര്യങ്ങൾ ചെയ്തു തരും, മനസ്സിലായി? അതുപോലെ കുറേ കാർമിക് ഇത് വരുന്നതും ഇവർക്ക് കുറേയൊക്കെ പിതൃക്കന്മാരുടെ സേവ ചെയ്താൽ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ശനീശ്വര വ്രതത്തിൻ്റെ ഫലം, അതുപോലെ ഇന്നിന് ഞാൻ ചെയ്യാൻ പോകുന്ന ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം, അതുപോലെ എൻ്റെ ഉപാസനയുടെ ഫലമെല്ലാം എന്നെ കാണുന്ന കേൾക്കുന്ന ഞാൻ നേരിട്ടറിയുന്ന വളരെ കുറച്ച് പേരായിരിക്കും, പക്ഷേ എന്നെ കാണുന്ന വളരെയധികം പേരുണ്ട്. അത് യൂണിവേഴ്സൽ തീരുമാനമാണ്. നിങ്ങൾക്കെല്ലാവർക്കും കുടുംബസമേതം ആയുസ്, ആരോഗ്യം, ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, ധനധാന്യ സമൃദ്ധി, സന്താന സൗഭാഗ്യം, എല്ലാ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും ഉന്നത വിജയവും, അവർക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജോലി, പ്രൊഫഷൻ അല്ലെങ്കിൽ സർവീസിൽ അവർക്ക് ജോയിൻ ചെയ്യാനും, അതുപോലെ അവർക്ക് കുടുംബത്തിലെ കുട്ടികൾക്ക് ഉത്തമമായ, നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള ഉത്തമമായ ജീവിത പങ്കാളി ലഭിക്കാനും, ഓരോരുത്തർ ചെയ്യുന്ന ബിസിനസ്സിലും വ്യാപാരം, ബിസിനസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ വരുമാന വർധന ഉണ്ടാകാനും, നമ്മുടെ ചെലവുകളിൽ നിയന്ത്രണം വന്ന് നമുക്ക് വരുമാനം, നീക്കിയിരിപ്പുകൾ വരാനും, ഓരോരുത്തരെടുത്ത സഹായധനം കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനുള്ള ആ ഒരു വരുമാന മാർഗം ജഗദീശ്വരൻ അവർക്ക് നൽകാനും, ഓരോരുത്തരുടെയും കാർമിക് എഫക്റ്റുകൾ കുറയാവുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് പ്രവർത്തനങ്ങളും വരാനും, എല്ലാവർക്കും എല്ലാവരുടെയും വീടുകളിലും ജോലി സ്ഥലത്തും യാത്രകളിലും കുട്ടികൾ പഠിക്കുന്നിടത്തും പഠനാവശ്യത്തിന് നിൽക്കുന്നിടത്തും എല്ലാം ആ ഈശ്വരൻ്റെ കൃപയോടുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനും, എല്ലാവരുടെയും ജീവിതത്തിൽ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാകാനും, എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ആ പരാശക്തിയുടെ അല്ലെ പരമാത്മാവിൻ്റെ ആ കവചത്തിൽ സുരക്ഷിതരാകാനും എൻ്റെ ഗുരുപരമ്പരകളോടും ഉപാസനാമൂർത്തികളോടും പ്രത്യേകിച്ച് എല്ലാവരോടും, ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും പിതൃപരമ്പരകൾക്കും പ്രാർത്ഥന ചെയ്ത് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും എല്ലാ നന്മകളും വല്ലത്തെ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. അതിന് സങ്കല്പം ചെയ്യുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.